Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മഷ്റൂം റോസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്കൊരു കടായി ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് തരം റിഫൈൻഡ് ഓയിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം തക്കോലം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഗ്രാമ്പൂ എന്നിവ ചതച്ചത് നമുക്ക് ചേർക്കാം. ഈ ചേർത്തിരിക്കുന്ന ഗരം മസാല മിക്സ് മൂത്ത് നല്ലൊരു വാസന വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാല കൂട്ടും ഒക്കെ മൂത്ത് നല്ലൊരു വാസന വരുന്നുണ്ട്. അടുത്തതായിട്ട് 4 സവാള നീളത്തിൽ മുറിച്ചത് നമുക്ക് ചേർക്കാം. ഇത് നമുക്ക് ചപ്പാത്തി, പൂരി, ഇടിയപ്പം, വെള്ളയപ്പം എന്നിവയ്ക്കൊപ്പം സെർവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മഷ്റൂം റോസ്റ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മുളക് പൊടി. എരിവിന് ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിനു ശേഷം നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ നീളത്തിലാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഞാനിവിടെ 10 കാഷ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂസ് ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ നമ്മൾ ചേർത്താൽ മതി. പക്ഷെ ആ കറിയിൽ കാഷ്യൂസ് കഴിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ്. ടൊമാറ്റോസ് ഒന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ. അതിനുശേഷം മുറിച്ചു വച്ചിരിക്കുന്ന മഷ്റൂംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഷ്റൂംസ് ഓൺലൈനായിട്ട് ജിയോ മാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷെ നമുക്കിവിടെ ഷോപ്സിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. മിൽക്കി മഷ്റൂംസ് 200 ഗ്രാംസിന്റെ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയത്. ഇത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം പീസസ് ആയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടിൻഡ് ആയിട്ടുള്ള മഷ്റൂംസും നമുക്ക് കിട്ടും, അതായത് ചെറിയ ചെറിയ ടിൻസിൽ നമുക്ക് കിട്ടും. അതും നമുക്ക് വാങ്ങിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. മഴയും ഇടിവെട്ടും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ചുറ്റും മഷ്റൂംസ് ഒക്കെ കാണാറുണ്ടല്ലേ. അങ്ങനെയുള്ള മഷ്റൂംസ് നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ചിലതൊക്കെ വിഷക്കൂൺ ഉണ്ടാകും. അതിൽ നിന്ന് എഡിബിൾ ആയിട്ടുള്ള, അതായത് കഴിക്കാൻ പറ്റുന്ന മഷ്റൂംസ് നോക്കിയെടുത്ത് നമുക്ക് ഇതേ രീതിയിൽ കറി വെച്ച് കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. മഷ്റൂംസ് ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡിയാണ്. വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അവസാനമായിട്ട് നമുക്ക് മല്ലിയില അഥവാ കരിവേപ്പില ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമ്മുടെ കാഷ്യൂസ് ഒക്കെ നന്നായിട്ട് വെന്ത് ആ കറിയോടൊപ്പം തന്നെ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം റോസ്റ്റ് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയോടൊപ്പം സെർവ് ചെയ്യാം. ഈ സിമ്പിൾ മഷ്റൂം റോസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ്സിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് Haru and Tanu. Bye.